അച്ഛനടുത്തുണ്ടെന്നൊരു തോന്നല. എനിക്ക് ഇവിടെ കിടക്കും. എന്റെ ഭാര്യ അടുത്തുള്ള പോലെ ഒരു തോന്നല. അത് വേണ്ട, ആ തോന്നല് വേണ്ട കേട്ടോ. അത് അവസാനത്തെ തോന്നലായിരിക്കും. എന്നാ വേണ്ട, ഇന്നത്തെ വീട് പടിയാക്ക. എന്റെ പത്മാവതി, എന്റെ വേലക്കാരി ചാരു, എല്ലാവരും ഉറങ്ങി. വേഗം ഈ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടെന്ന്. അതെ, ഇപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നീ പോയിട്ട് പിന്നെ ഫോൺ നമ്പർ എന്നാ. മുരുകൻ എപ്പോഴും കാട്ടിലല്ലയോ, പിന്നെ എങ്ങനെ 3 പിള്ളേര്? മുരുകനല്ലേ കാട്ടിലുള്ളൂ, മൈന വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. സ്നേഹം മാത്രം നോക്കിയാൽ മതിയാ, വേറെയും കുറെ കാര്യമില്ല ലൈഫില്. നീ അതാണോ ഉദ്ദേശിച്ചത്? തന്നെ അതൊക്കെ പറ്റുമെന്ന് അവൻ എന്നേ തെളിയിച്ചതാ. എങ്ങനെ എങ്ങനെ അവിടെ നേരെ പോയാ. അപ്പൊ വളമൊക്കെ എന്നിട്ട് അപ്പം വന്ന് വിളക്കോ ചേട്ടോ? ഈ സ്റ്റീറിംഗ് ചേട്ടൻ അമ്മയ്ക്ക് ഊഞ്ഞെല്ലാം വച്ചേക്കടത്തൊന്നല്ല, അത് പിടിച്ച് തിരിച്ചാ മതി. ഞാൻ ഈ പരിപാടിയൊക്കെ വെച്ച് അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിക്കും. തോന്നിയാസം പറയരുത്, എനിക്കത് 32 വയസ്സായിട്ടുള്ളൂ. ഈ മിക്സിയുടെ കൂടെ തെർമോക്കോൾ വെക്ക്. എന്ത് വല്ലയിടത്തുനിന്നും കട്ടോണ്ട് വന്നേ? ഒരുവട്ടോടെ പറയണ, ഒരുവട്ടോടെ എന്നെ മുഖത്ത് നോക്കി പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞ കേട്ടോ. അവന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞല്ലേ, നീ ക്ഷമിക്ക്. സത്യം പറയാം, എവിടുന്ന പൊട്ടിച്ചു. നമ്മള് സ്കൂളിൽ പോയിരുന്ന കാലത്ത് മൂപ്പര് പോകുമ്പോൾ അണ്ടി ഓർക്കാൻ പോകുമ്പോ മൂപ്പര് മുണ്ട് നോക്കി കാണിച്ചു തരും. പാവം, നല്ലൊരു മനുഷ്യനായിരുന്നു. ഗുഡ് മോർണിംഗ്. ഇന്റർവ്യൂവിന് വന്നവരാണല്ലേ? ഞാനും അതിനാ വന്നത്. നൈസ് ടു മീറ്റ് യു. ഐ എം ഉണ്ണികൃഷ്ണൻ. കേൾക്കുന്നുണ്ടോ? ആ ഡീഡി പറയൂ പറയൂ. അപ്പൊ എന്താണ് ഇപ്പോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇപ്പൊ, എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? ഇപ്പൊ ആക്ച്വലി ഇവിടെ ആരും നടക്കുന്നില്ല, എല്ലാരും ഇരുന്നുകൊണ്ടിരിക്കുക. അവിടെ നിൽക്കുകയല്ലേ? ആ, ഞാനിവിടെ നിന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ബാക്കി പറയൂ. കൗണ്ടർ പിന്നടിക്കാം. ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. മനസ്സിലായല്ലേ? ആണോ മനസ്സിലാകാത്ത? എനിക്കറിയാം, ചേട്ടൻ ഭയങ്കര ഫ്രീക്ക് ആയിട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചു. അയ്യോ, നിങ്ങളെ കാണാനല്ല വന്നേ. നിങ്ങളെ കാണാൻ നീ ആളുള്ളപ്പോ ഞാൻ വരുമോ? ഞാൻ ആരും ഇല്ലാത്തപ്പോഴല്ലേ വരുള്ളൂ. തലശ്ശേരിയിലെ തലശ്ശേരിന്നാണ്. ഇദ്രാസാന്റെ മോനാണ്. ഹോമീദ എന്നെ മനസ്സിലായില്ലേ? ഹെൽമെറ്റ് വെച്ച എങ്ങനെയാ ആളെ മനസ്സിലാവുക? ഓ സോറി. ശിവൻകുട്ടി, ശിവേട്ടൻ. ശിവേട്ട മനസ്സിലായില്ലേ? ഹെൽമെറ്റ് വെച്ചോളി. സോറി. That's okay. Rest? Yes. You mean rest? Yes. Maybe next time? எங்க புள்ளிங்க எல்லாம் பயங்கரம், எங்களை பார்த்த தமன மயங்கி ஓய்ந்துரும். വിലാസിനമ്മയ്ക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ദുബായിലെ ശില്പയുടെ കുട്ടികളാ. നീ ഏതാ? കാര്യം ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ ഗേൾസ് കോളേജിലാണ് പഠിക്കുന്നത്. സാറായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ലേഡീസ് ആണ്. എന്താണെന്നറിയില്ല, ഇവളുടെ ചെറുപ്പം തൊട്ടേ ഞാൻ ഇവളുടെ അച്ഛനാണെന്ന് പറഞ്ഞ ആളുകൾക്കൊക്കെ ഒരു സംശയം. ദിനേശനും അങ്ങനെ എന്തെങ്കിലും? സണ്ണി ലിയോണിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു ഞാൻ. പക്ഷെ എനിക്ക് സണ്ണി ലിയോണിനെ കുറിച്ച് എന്നെക്കാളും കൂടുതൽ അറിയാവുന്ന ആളാണ് നവീൻ. അപ്പൊ എനിക്കൊന്നും അവരുടെ അടുത്ത് ചോദിക്കുന്നതായിരുന്നു. അല്ല, ഞാൻ ഇതിന് മാത്രമേ കണ്ടിട്ടുള്ളൂ, ടിവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എടാ, സംസാരം ഇംഗ്ലീഷാണോ ഹിന്ദിയാണോ എന്താണ് സംസാരിക്കുന്ന ഭാഷ? ആ ഒരു ഭാഷ. പിന്നെ വോളിയം കുറച്ച് വെച്ച ഒരു ഭാഷ. വോളിയം